മക്കളെ നമസ്കാരം. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റേഴ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസും കുറിച്ചാണ്. എസ്പെഷ്യലി അതിൻ്റെ സ്പെക്ട്രത്തെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യം ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് 3 പ്രോപ്പർട്ടീസുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറം 4.7.1 ആണ്, ബനാങ് ഓപ്പൺ മാപ്പിംഗ് തിയറം. അപ്പോൾ അതിനകത്ത് രണ്ട് ബനാങ് സ്പേസുകൾ തന്നിരിക്കുന്നു, എക്സും വൈയും. അപ്പോൾ എക്സ് ഡൊമൈനും വൈ കോഡൊമൈനുമായിട്ടുള്ള ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററാണ് എ. ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ മീൻസ് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലീനിയർ മാപ്പ് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ആ ഓപ്പറേറ്റർ സാധാരണ ഒരു ഓപ്പറേറ്റർ 1 1 2 ആണെങ്കിൽ ഇൻവെർട്ടിബിൾ ആയിരിക്കും ഇൻ ജനറലി. പക്ഷേ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററിന് ഇൻവെർട്ടിബിലിറ്റി കിട്ടണം നിർബന്ധമില്ല. അതായത് ഇപ്പോൾ എ ഫ്രം എക്സ് ടു വൈ ബൗണ്ടഡ് ആണ്, 1 1 2 ആണെന്ന് കരുതി അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടെങ്കിലും ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവണം നിർബന്ധമില്ല. പക്ഷേ എക്സും വൈയും ബനാങ് സ്പേസ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് ഈ തിയറത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ബനാങ് ഓപ്പൺ മാപ്പിംഗ് തിയറം എന്ന് പറയുന്നത്. ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻവേഴ്സ് കണ്ടിന്യൂസ് ലീനിയർ മാപ്പായിരിക്കും. അപ്പോൾ എക്സും വൈയും ബനാങ് സ്പേസ് ആണ്. എ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററുമാണ്, ഇൻവെർട്ടിബിളുമാണ്, അല്ലെങ്കിൽ 1 1 1 2 ഉണ്ട്, ബൈജക്റ്റീവാണ്. എങ്കിൽ ഇൻവേഴ്സ് എല്ലായ്പ്പോഴും ലീനിയർ മാപ്പായിരിക്കും. ഇനി ഇൻവേഴ്സ് ബൗണ്ടറി ലീനിയാരിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ, എ ഇൻവേഴ്സിന് കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ഇവിടെ ഈ ബനാങ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ തിയറം നമ്മളെ പറഞ്ഞു തരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് നമുക്കിവിടെ ആവശ്യമില്ല, കാരണം അത് ഒരു കഴിഞ്ഞ ചാപ്റ്ററിലൊരു ഡിസ്കഷനാണ്. കാരണം ഇവിടെ പലയിടത്തായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി റെഗുലർ പോയിൻ്റ് ഓഫ് എ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിനെ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ 2ആയി കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് റെഗുലർ പോയിൻറ്റുകളായിട്ടും ഒന്ന് റെഗുലർ പോയിൻ്റ് അല്ലാത്ത കേസ്, അതായത് സ്പെക്ട്രൽ പോയിൻറ്റുകളായിട്ട് 2ആയി ഇട്ട് ഡിസ്റ്റൻറ്റ് ക്ലാസ്സുകളാക്കി മാറ്റുക. അപ്പോൾ ആദ്യം എന്താണ് റെഗുലർ പോയിൻ്റ് നോക്കാം. ഇപ്പോൾ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ തന്നിരിക്കുന്നു എക്സ് എന്ന സ്പേസിൽ. അതിനർത്ഥം എ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ എ കോംപ്ലക്സ് നമ്പേഴ്സിനെ കട്ട് ചെയ്യാൻ പോകണം. അതിനിപ്പോൾ ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പർ ലാംഡ ചൂസ് ചെയ്തു. ലാംഡ എലമെൻറ്റ് ഓഫ് സി നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് എ എന്ന ഓപ്പറേറ്റർ അറിയാം. ലാംഡ കൊണ്ട് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്തു. എ ബൗണ്ടറി ലീനിയർ ആണ്, ലാംഡ ഇൻറ്റു ഐയും ബൗണ്ടറി ലീനിയർ ആണ്. അപ്പോൾ എ മൈനസ് ലാംഡയും ബൗണ്ടറി ലീനിയർ ആണ്. ഓക്കെ, അത് കണ്ടിന്യൂസ് ആണ്, ലീനിയറുമാണ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ ബൗണ്ടറി ലീനിയറും കണ്ടിന്യൂസുമാണ് നമുക്കറിയാം. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് എ മൈനസ് ലാംഡ ഐ ഇൻവെർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഈ നമ്പർ ലാംഡയെ ഒരു റെഗുലർ പോയിൻ്റ് ഓഫ് എ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു ബൗണ്ടറി ലീനിയർ മാപ്പിൻ്റെ റെഗുലർ പോയിൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ഇൻവെർട്ടബിൾ ആവണം. അതിനർത്ഥം എ മൈനസ് ലാംഡ ഐയുടെ ഇൻവേഴ്സ് ഒരു ബൗണ്ടറി ലീനിയർ മാപ്പായിരിക്കണം. ഓക്കെ, അതാണ് റെഗുലർ പോയിൻ്റ് അർത്ഥമാക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിലെ കുറേ പോയിൻറ്റ്സ് എന്തായി മാറും? റെഗുലർ പോയിൻറ്റ്സായി മാറും. ഇനി ഇൻവെർട്ടബിൾ അല്ല എന്ന് പറയുന്ന കേസ് വരുന്നതിനെയൊക്കെ നമ്മൾ സ്പെക്ട്രൽ പോയിൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിലേക്ക് പോവാം. ഒരു സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ അത് ബനാങ് സ്പേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബനാങ് സ്പേസ് ആണെങ്കിൽ ഒരു ബൗണ്ടറി ലീനിയർ മാപ്പ് എ ഫ്രം എക്സ് ടു എക്സ് ബൗണ്ടറി ലീനിയർ ആണ് തന്നു. ഇനി അതിനകത്ത് ഇപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിൻ്റെ പ്രത്യേകത 1 1 2 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്നുള്ള കാര്യം തീർച്ചയായും സംഭവിക്കും. പിന്നെ ഫൈനൈറ്റ് ഡയമെൻഷനിലായതുകൊണ്ട് ബനാങ്കുമാണ്. തൊട്ട് മുന്നിലെ തിയറം പ്രകാരം ഇൻവേഴ്സ് എക്സിസ്റ്റ്, അത് ഇൻവേഴ്സും ബൗണ്ടറി ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ലാംഡ എലമെൻറ്റ് ഓഫ് സി എന്നുള്ള നമ്പറിനെ കുറിച്ച് നമ്മൾ എ മൈനസ് ലാംഡ ഐ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അത് ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. കാരണം എല്ലായ്പ്പോഴും 1 1 1 2 ഉണ്ടെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിൽ ഇൻവെർട്ടിബിലിറ്റി കിട്ടും. ബനാങ്നെസ് കൂടി ഉള്ളത് കൊണ്ട് ഇൻവേഴ്സും ബൗണ്ടറി ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാംഡ എന്ത് പോയിൻ്റ് എന്ന് വിളിക്കാം? റെഗുലർ പോയിൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഇങ്ങനെ റെഗുലർ പോയിൻ്റ് കണ്ടെത്താൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി തലത്തിൽ ഐഗൺ വാല്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ നോട്ട് ഇൻജക്റ്റീവ് എന്നർത്ഥം. അതിനർത്ഥം ഇൻജക്റ്റീവ് എ മൈനസ് ലാംഡ ഐ ഇൻജക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഇൻവെർട്ടിബിൾ അല്ല എന്നർത്ഥം. അതിനർത്ഥം ലാംഡ റെഗുലർ പോയിൻ്റ് അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഓപ്പറേറ്ററും കോംപ്ലക്സ് നമ്പറിനെ രണ്ടായി മുറിക്കുന്നു. ഒന്ന് റെഗുലർ പോയിൻറ്റുകളും മറ്റത് ഐഗൺ വാല്യൂസുമായിട്ടാണ് കട്ട് ചെയ്യുന്നത് നോക്കുക.
ഓക്കെ, അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അതിൻ്റെ ഐഗൺ വാല്യൂ 1 ആണ്. അപ്പോൾ 1 അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റിലും എ മൈനസ് ലാംഡ ആയി ഇൻവെർട്ടബിൾ ആവുന്നതുകൊണ്ട് എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും 1 അല്ലാത്ത എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കും. 0 ഓപ്പറേറ്ററിനാണെങ്കിൽ 0 മാത്രമാണ് ഐഗൺ വാല്യൂ. അപ്പോൾ 0 അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റ്സും അതിൻ്റെ റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസാണ് ഐഗൺ വാല്യൂസ്. ഇപ്പോൾ 1 0 0 2 എന്നുള്ള ഒരു 2x2 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ 1 2 ആണ് അതിൻ്റെ ഐഗൺ വാല്യൂ. അപ്പോൾ 1 2 അല്ലാത്ത ബാക്കി എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കും ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി റെഗുലർ പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എ മൈനസ് ലാംഡ ഇൻവെർട്ടബിൾ ആണെങ്കിൽ ലാംഡ ഈസ് എ റെഗുലർ പോയിൻറ്റ് ഓഫ് എ എന്ന് വിളിക്കും. എ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ എന്ന് ഓർക്കുക. അപ്പോൾ സ്പെക്ട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെർട്ടബിൾ അല്ലെങ്കിൽ ആ ലാംഡയെ നമ്മൾ സ്പെക്ട്രൽ വാല്യൂ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ സിഗ്മ ഓഫ് എ എന്നാണ് സ്പെക്ട്രൽ വാല്യൂസിൻ്റെ കളക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ഓഫ് എ എന്നും, റെഗുലർ പോയിൻറ്റ്സിൻ്റെ കളക്ഷനെ നമ്മൾ റോ ഓഫ് എ എന്നുമാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്പെക്ട്രം ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലാംഡ എലമെൻറ്റ് ഓഫ് സി സച്ച് ദാറ്റ് ലാംഡ ഈസ് നോട്ട് എ റെഗുലർ പോയിൻറ്റ് ഓഫ് എ. അതായത് എ മൈനസ് ലാംഡ ഈസ് നോട്ട് ഇൻവെർട്ടബിൾ എന്നാണ് അർത്ഥം. അതിനർത്ഥം സിഗ്മ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഓഫ് എയുടെ കോംപ്ലിമെൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് രണ്ടായി കട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് സിഗ്മ ഓഫ് എയും ഒന്ന് റോ ഓഫ് എയും, ഒന്നൊന്നിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്ന് ഓർക്കുക. ഇനി ഒരു ഫൈനൈറ്റ് ഡൈമെൻഷൻ സ്പേസ് ആണെങ്കിൽ ഈ സിഗ്മ ഓഫ് എ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷൻ ആയിരിക്കും. ഇനി എക്സ് ഇൻഫിനിറ്റ് ഡൈമെൻഷൻ സ്പേസ് ആണെങ്കിൽ ഈ സിഗ്മ ഓഫ് എ എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ ആയി നോട്ട് ഇൻവെർട്ടബിൾ ആവുന്ന കേസാണ് നമുക്കറിയാം. ഈ നോട്ട് ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ 2 ചാൻസ് ആണ് ഇൻ ജനറൽ. ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അപ്പോൾ നോട്ട് ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 അല്ലാതിരിക്കാം, ഓൺ 2 അല്ലാതിരിക്കാം, രണ്ടും അല്ലാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഫൈനൈറ്റ് ഡൈമെൻഷൻ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അല്ലാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഫൈനൈറ്റ് ഡൈമെൻഷൻ സ്പേസിൽ 1 1 ആണെങ്കിൽ ഓൺ 2 ആയിരിക്കും, ഓൺ 2 ആണെങ്കിൽ 1 1 ആയിരിക്കും. അപ്പോൾ ഇൻവെർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ 1 1 അല്ല, ഓൺ 2 അല്ല. പക്ഷേ ഇൻഫിനിറ്റ് ഡൈമെൻഷൻ കേസിൽ ചില കേസ് 1 1 ആയിട്ട് ഓൺ 2 അല്ലാതിരിക്കാം, ഓൺ 2 ആയിട്ട് 1 1 അല്ലാതിരിക്കാം, രണ്ടും അല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കോംപ്ലക്സ് നമ്പേഴ്സിനെ രണ്ടായി കട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് സിഗ്മ ഓഫ് എയും ഒന്ന് റോ ഓഫ് എയും. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സ്പെക്ട്രം എന്ന് പറയുന്ന സിഗ്മ ഓഫ് എ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് സി ആണെന്നാണ്. അപ്പോൾ ഇവിടെ എ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണ് തന്നിട്ടുണ്ട്. എ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ്. ഇവിടെ എക്സ് ഒക്കെ ഒരു വനാക് സ്പേസ് ആയിരിക്കും ഓർക്കുക ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട്. ഇനി സിഗ്മ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യണം, ക്ലോസ്ഡ് സെറ്റാണ് പ്രൂവ് ചെയ്യണം. ഇനി സിഗ്മ ഓഫ് എ ക്ലോസ്ഡ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് അവിടെ ഡിസ്റ്റൻസ് സ്ട്രക്ചർ വേണം. അവിടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ യൂഷ്വൽ മെട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ യൂക്ലീഡിയൻ മെട്രിക് ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്, മെട്രിക്കായിട്ട് അല്ലെങ്കിൽ നോമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഓഫ് എ എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യണം, ക്ലോസ്ഡാണ് പ്രൂവ് ചെയ്യണം. ഒരു സെറ്റ് ക്ലോസ്ഡാണ് പ്രൂവ് ചെയ്യുന്നതിന് പകരം കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ ഓഫ് എയുടെ കോംപ്ലിമെൻറ്റ്, അതായത് റോ ഓഫ് എ ഓപ്പൺ ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ മതി. സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ ലാംഡ എലമെൻറ്റ് ഓഫ് സി സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഈസ് ഇൻവെർട്ടബിൾ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എനിക്ക് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിലെ എല്ലാ പോയിൻറ്റും എന്ത് പോയിൻ്റാണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ആർബിട്രറി പോയിൻ്റ് ചൂസ് ചെയ്തു. ലെറ്റ് ലാംഡ ബി ആൻ ആർബിട്രറി പോയിൻ്റ് ഓഫ് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഓർ റോ ഓഫ് എ. അതിനർത്ഥം എ മൈനസ് ലാംഡ ഈസ് റെഗുലർ പോയിൻ്റ് ഓഫ് എ എന്നർത്ഥം. റെഗുലർ പോയിൻ്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം എ മൈനസ് ലാംഡ ഇൻവെർട്ടബിൾ ആണ്. ഓക്കെ, എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലാംഡ സെൻറ്ററും ഒരു സെർട്ടൻ റേഡിയസ് എപ്സിലോണും ഉള്ള ഒരു ബോള് സിഗ്മ ഓഫ് എയുടെ കോംപ്ലിമെൻറ്റിനുള്ളിൽ ഉണ്ടാവണം. അപ്പോഴാണ് അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവുക. അപ്പോൾ എനിക്ക് ഒരു ആ എപ്സിലോൺ, ആ റേഡിയസ് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എ മൈനസ് ലാംഡ ഇൻവെർട്ടബിൾ ആണ്. ഇൻവെർട്ടബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നോം എന്താണെന്ന് ഓൾറെഡി ഈ ചാപ്റ്റർ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോം എന്ന് പറയുന്നത് ഒരിക്കലും 0 ആയിരിക്കില്ല. നോം ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എ മൈനസ് ലാംഡ ഇൻവേഴ്സിൻ്റെ നോം ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 1 വാല്യൂം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വി ചൂസ് അവർ റേഡിയസ്, ആ ബോളിൻ്റെ റേഡിയസ് എപ്സിലോൺ ആസ് 1 നോം ഓഫ് എ മൈനസ് ലാംഡ ഇൻവേഴ്സ് എന്നെടുക്കും. അത് നോട്ടിക്കുള്ള 0 ആണ്, പോസിറ്റീവുമാണ്. ആ റേഡിയസും എപ്സിലോൺ സെൻറ്ററും ലാംഡ സെൻറ്ററും ആവുന്ന ആ ബോള് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഉള്ളിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാംഡ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവും. അതിനുവേണ്ടി ഞാൻ ആ ബോളിനുള്ളിലുള്ള എല്ലാ പോയിൻറ്റും സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ആർബിട്രറി പോയിൻ്റ് ചൂസ് ചെയ്തു. ആൽഫ ബി ആൻ ആർബിട്രറി പോയിൻ്റ് ഓഫ് എൻ എപ്സിലോൺ ഓഫ് ലാംഡ. ഇനി എൻ എപ്സിലോൺ ഓഫ് ലാംഡയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലാംഡയും ആൽഫയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവാണ്. അതായത് മോഡുലസ് ഓഫ് ലാംഡ മൈനസ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 നോം ഓഫ് എ മൈനസ് ലാംഡ ഇൻവേഴ്സ് എന്നാണ്.
അല്ലേ? ക്രോസ് മൾട്ടിപ്പിൾ. ഇനി നിങ്ങളൊരു കാര്യം ഓർക്കുക, തൊട്ട് താഴത്തൊരു കാര്യം നോക്കുക. അപ്പോൾ നോം ഓഫ് എ മൈനസ് ലാംഡ i മൈനസ് എ മൈനസ് ആൽഫ ഈക്വൽ ടു, നമുക്കറിയാം എയും എയും അവിടെ കട്ട് ചെയ്ത് പോകും. പിന്നെ അവിടെ ഉണ്ടാവുക മൈനസ് ലാംഡ i പ്ലസ് ആൽഫ i ആയിരിക്കും. അതിൽ വേണമെങ്കിൽ ആൽഫയും ലാംഡയും ലാംഡയും ആൽഫയും എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്തായി മാറും? നോം ഓഫ് മൈനസ് ഓഫ് ലാംഡ മൈനസ് ആൽഫ ഇൻറ്റു ഐ എന്നായിരിക്കും. മൈനസ് അവിടെ ഉണ്ട് ആക്ച്വലി. ഇനി മൈനസിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം വെക്ടറും സ്കെലാറും നമ്മൾ നോമ് പുറത്തേക്ക് എടുക്കുമ്പോൾ മോഡ് പുറത്തേക്ക് വരും. മോഡ് ആൽഫ ലാംഡ മൈനസ് ആൽഫ ഇൻറ്റു നോം ഐ ആണ്. ഒരു മൈനസ് അവിടെ ഉണ്ട്, പക്ഷെ മോഡിനുള്ളിൽ പോകുമ്പോൾ മൈനസ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ദോഫോ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ മൈനസ് ആൽഫ ഇൻറ്റു നോം ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ നോം 1 ആണ്. അത് ഓൾറെഡി ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിനർത്ഥം ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ബൈ നോം ഓഫ് എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 ബൈ വാല്യൂ എല്ലായ്പ്പോഴും 1നേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു 3 റിസൾട്ടുകളിൽ ഒരു മൂന്നാമത്തെ റിസൾട്ട് പഠിച്ചത് നോം എ മൈനസ് ബി ലെസ് ദാൻ 1ഉം എ ഇൻവെർട്ടബിളുമാണെങ്കിൽ ബിയും ഇൻവെർട്ടബിൾ ആയിരിക്കും എന്നൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് എ ഒരു ഇൻവെർട്ടബിൾ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററാണ്, ബി ഒരു ആർബിട്രറി ഓപ്പറേറ്ററും വിത്ത് നോം ഓഫ് എ മൈനസ് ബി ഈസ് ലെസ് ദാൻ 1 ബൈ നോം എ ഇൻവേഴ്സ്. അങ്ങനെയാണ് അവിടെ പഠിച്ചിരിക്കുന്നത്. 1 ബൈ നോം എ ഇൻവേഴ്സ് ആണെങ്കിൽ ബി ഈസ് ഇൻവെർട്ടബിൾ എന്ന് പഠിക്കുന്നത്. ഇവിടെ ബിക്ക് എ മൈനസ് ആൽഫയുടെ റോളാണ്. സോ എ മൈനസ് ആൽഫ i ഇൻവെർട്ടബിൾ ആണെന്ന് കിട്ടുന്നു. എ മൈനസ് ആൽഫ i ഇൻവെർട്ടബിൾ മീൻസ് ആൽഫ ഈസ് എ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ആൽഫ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻ്റ്. ആൽഫ എവിടെ ചൂസ് ചെയ്തത്? എൻ എപ്സിലോൺ ഓഫ് ലാംഡയിലാണ്. അപ്പോൾ എൻ എപ്സിലോൺ ഓഫ് ലാംഡ എന്ന് പറഞ്ഞ ബോളിലുള്ള മുഴുവൻ പോയിൻറ്റ്സും സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റിലുണ്ട്. ദെർഫോർ എൻ എപ്സിലോൺ ഓഫ് ലാംഡ ഈസ് എ ബോൾ ഇൻസൈഡ് സിഗ്മ ഓഫ് എ കോംപ്ലിമെൻറ്റ്. ദാറ്റ് മീൻസ് ലാംഡ ഈസ് എ ഇൻറ്റീരിയർ പോയിൻറ്റ്. ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് ഓൾ പോയിൻറ്റ്സ് ആർ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് സിഗ്മ ഓഫ് എ ഹോൾ കോംപ്ലിമെൻറ്റ് ഓർ റോ ഓഫ് എ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് എ ഈസ് ക്ലോസ്ഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത് പ്രത്യേകം ഓർക്കാം.